എനിക്ക് ഞാൻ മുമ്പ് എനിക്കൊരു ചവിട്ട് കിട്ടുക അതാ ഞാൻ പറഞ്ഞു പന്തെടുത്തോണ്ട് പോയെന്നെ നാട്ടിൽ പോകുന്നതിൻ്റെ ആദ്യം റോട്ടിയുണ്ട് ബോർഡിങ് ഓക്കെ ഓക്കെ അവിടെ റോക്കി റോക്കി ആ എവിടെ പോവാ ഇങ്ങോട്ട് നോക്കി എവിടെ പോവാ റോക്കിയെ കൊണ്ടുവന്ന് ബോർഡിങ് വിടാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പായി പുറകെ സാധനം എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം എൽമെൻറ്റ് നേരെ കൊണ്ട് വിട്ടേച്ചാൽ മതി അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് 4:30 4 മണിയായി ഒരു 20 മിനിറ്റ് എടുക്കും ഇവിടെ നടത്തില്ല കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ബോർഡിങ്ങിൽ വിട്ടിട്ട് അടുത്തത് റോക്കിയേ നമ്മളെവിടെ പോകുന്നേ റോക്കിയുടെ സ്ഥലമെത്തി കണ്ടോ എവിടെ നോക്കി എവിടെ നോക്കി Rocky, bye. Oi, oi, Rocky, come, come. Bye, bye. ഹായ് അങ്ങനെ റോക്കിയെ ബോർഡിങ് ചെയ്തു ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോട്ടെ ചെന്ന് ഇനിയിപ്പം പെട്ടെന്ന് റെഡിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഏതായാലും ബാക്കി വിവരങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം അപ്പം എങ്ങോട്ട് പോവാ നാട്ടിലേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് വീട്ടിൽ പറയാതെ ചെല്ലുകയാണ് ആരും ഇവിടുന്ന് ഇറങ്ങുന്നു അവിടെ ഇപ്പം ചെല്ലു എന്നുള്ളത് നോക്കാം അല്ലേ ഓക്കെ വീട്ടിലാർക്കും അറിയത്തില്ല ഞങ്ങൾ ചെല്ലുന്നുണ്ടാവുള്ളൂ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ നോക്കാം എങ്ങനെയുണ്ടോ അവരൊക്കെ എങ്ങനെ സർപ്രൈസ് എങ്ങനെ ആയി തീരുമെന്ന് നോക്കട്ടെ അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഇറങ്ങാണ് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം സെറ്റാണ് പോയേക്കാണ് അധികം ലഗേജൊന്നുമില്ല കുറച്ച് ലഗേജേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വിട്ടേക്കാം അല്ലേ ഓക്കെ എന്നാൽ വിട്ടാം പോയേക്കാം വലിയ കഥയാണ് പിന്നീട് പറയാം ഓക്കെ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം വണ്ടി വരുന്നുണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ പോയേക്കാം അല്ലേ നല്ല അടിപൊളി യാത്രയായിരുന്നു എൻ്റെ പൊന്നൊന്നും പറയണ്ട വണ്ടി കയറിട്ട് ഞങ്ങളെ കഥകൾ പറയാം സൂപ്പർ യാത്രയായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടിനടുത്തെത്തി കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ പറയാം അങ്ങനെ ഞങ്ങൾ വീടിനടുത്തെത്തി അവർ ഫ്രണ്ടിലില്ല ക്യാമറ കൂടെ ഞങ്ങൾ മറ്റേ CCTV കൂടെ നോക്കി അപ്പം ഫ്രണ്ടിൽ ഏതായാലും ഇല്ല ഞങ്ങൾ ഇറങ്ങി ചെല്ലുകയാണ് ഇപ്പോൾ ഇവിടുന്ന് ചെല്ലാൻ വേണ്ടി ഒരു കിലോമീറ്റർ അല്ലേ ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട്
അപ്പൊ അത് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് വരുമോന്ന് അറിയുന്നില്ല. അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ കയറി ചെല്ലാണ്. മഞ്ജു ആദ്യമേ കയറി ചെല്ലും, കിട്ടുന്നതൊക്കെ മേടിക്കും. ഞാൻ ഓക്കെ നൈസായിട്ട് ഞാൻ ഒഴിഞ്ഞു മാറും. ഓക്കെ ഏതായാലും നോക്കാം. സാധാരണ രീതിയിൽ ബെല്ലടിച്ച് ജീവിതത്തെ ഒരാളെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സന്തോഷം. അത് അപ്പനെ അപ്പനെ തന്നെ പഠിക്കണം എന്നുള്ളതാണ്. എന്താ പറയുന്നത്, സാധാരണ രീതിയിൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ എനിക്കത് പപ്പായിരിക്കും വന്ന് തുറക്കാൻ സാധ്യത. രണ്ടുപേരുള്ള പപ്പായിരിക്കും വന്ന് തുറക്കാൻ സാധ്യത. പപ്പായി അവിടെ തിരക്ക് വേറെ എന്തെങ്കിലും പരിപാടികളിൽ ബിസി ആണെങ്കിൽ മാത്രമേ മമ്മി ഒന്ന് തുറക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ ഏതായാലും നോക്കാം എങ്ങനെയാണെന്നുള്ള വിവരം. ഞങ്ങള് കറക്റ്റ് ടൈമിൽ ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നു. ഇങ്ങനെ അവിടുന്ന് കയറിയപ്പം മുതൽ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. അവസാനം ഓരോന്നോരോന്നായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് കയറി ഞങ്ങൾ ഇവിടം വരെ എത്തി. ഓക്കെ അതൊക്കെ ഒരു വലിയ സ്റ്റോറി. അത് പറയാൻ വേണ്ടി എനിക്ക് ഒത്തിരി സമയം ഞങ്ങൾ ഏകദേശം വീടിനടുത്തെത്തിക്കുന്നത്. വേറെ വണ്ടിക്കാരും വന്ന് ഫ്രണ്ടിൽ വന്നിട്ട് ഇപ്പോൾ എല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് പണിയാവുക. എത്തിയിട്ടുണ്ട്. നോക്കട്ടെ സർപ്രൈസ് എങ്ങനെ ആവുമെന്ന്. ഞാൻ വണ്ടിയോടെ നിർത്താം. ഓക്കെ എന്നിട്ട് നീ എന്നിട്ട് അതൊക്കെ ഇറങ്ങിയിട്ട് നീ അങ്ങ് പോക്കണം, നേരെ കയറണം കേട്ടോ. സർപ്രൈസ് പൊളയോ വന്നല്ലേ. നീ കയറി ചെന്നിട്ട് ബെല്ലടിച്ചിട്ട് നീ അവിടെ നിൽക്കണം. ഞാൻ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാം. ഇത് പറയാമോ? എന്താണ് വരുന്നത് നീ ഇറങ്ങിക്കോ. അത് താഴെ വെക്ക്. ഓക്കെ കണ്ണാടി വെക്കില്ലേ? ഇറങ്ങ നീ അത് അവിടുത്തെ അവിടെ വെക്കടി. അവൾ അതിനിടയ്ക്ക് അതേ പപ്പ വന്ന് നോക്കി കണ്ട് പോക്കോണം അവിടുന്ന്. കണ്ട് വണ്ടി കണ്ടടി. പെട്ടെന്ന് ഇറങ്ങിച്ചല്ലേ. അതേ പപ്പ നോക്കി നിൽക്കട്ടെ. പപ്പ മുങ്ങി. പപ്പളവിടുന്ന് പപ്പ അതിനെക്കാട്ടി പഠിക്കാൻ പപ്പ കണ്ടുവരുന്നത്. ഞാൻ ഇവളോട് പറഞ്ഞു എടി നേരെ കേറിച്ചല്ലേ എന്നാ. അത് ഞങ്ങളാണെങ്കിലേ അനങ്ങാതെ പോകുന്നത്. ഇവളോട് ചോദിച്ചു എന്തിനാ അനങ്ങാതെ വന്നെന്ന്. ഇവളാണ് എന്നോട് പറഞ്ഞ മിണ്ടാതെ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ. ഓക്കെ